സ്വാധിഷ്ഠാനം അനാഹതമാജ്ഞ വിശുദ്ധി പോട്ടെ. അത് 10 ലക്ഷം പേരിൽ ഒരാൾക്ക് പോലും സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ഒന്നാണ് യോഗയിലൂടെയുള്ള സാക്ഷാത്കാരം. പക്ഷേ ഈ 6 പടി അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, അതിലൂടെ മോക്ഷം അഥവാ നാമസങ്കീർത്തനത്തിലെത്തണം. കലിയുഗത്തിലെ വ്യവസ്ഥ ഏതാണ്? അറിവ്, അറിയേണ്ട വസ്തുവിനെ അറിയേണ്ട വിധത്തിൽ അറിയുമ്പോൾ അത് അറിവാകുന്നു. അല്ലാത്തതൊന്നും അറിവല്ല. നമ്മൾ അറിഞ്ഞു വെച്ചതൊന്നും അറിവല്ല. അറിയേണ്ടതിനെ അറിയേണ്ട വിധത്തിൽ അറിയുമ്പോൾ അത് അറിവാകുന്നു. അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താ? നമ്മളോട് ഒരാൾ പറയുക വിളക്ക് കത്തിക്കേണ്ടത് ഇന്ന രീതിയിലാണ്, അതിന് ഇത്ര തിരിയിടണം, ഇന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കത്തിക്കണം എന്ന് പറഞ്ഞ് നമുക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആചരിക്കും. അപ്പോൾ അറിയേണ്ടതിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാൽ അത് ആചരിക്കാൻ തുടങ്ങും. അറിവും ആചാരവും ചേർന്നാൽ ഉള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ആചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധനായി. അവൻ വിശുദ്ധിക്ക് ക്ഷേത്രങ്ങളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ ഒന്നും പോകേണ്ടതില്ല. അറിയേണ്ട വസ്തുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞ് ആചരിച്ചു കഴിഞ്ഞാൽ അവൻ അറിവിലൂടെ ആചരിച്ച് വിശുദ്ധനായി. വിശുദ്ധനായി കഴിഞ്ഞാൽ അവൻ അർച്ചന ചെയ്യണമെന്നില്ല, അവൻ സഹസ്രനാമം ചൊല്ലണമെന്നില്ല. അവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആരാധനയായി മാറും. അറിഞ്ഞ് ആചരിച്ച് വിശുദ്ധനായവൻ ചെയ്യുന്ന സർവകർമ്മങ്ങളും ആരാധനയായിരിക്കും. ആചരിച്ച് വിശുദ്ധനായി ആരാധനയ്ക്ക് പാത്രമായി കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അവനെ തേടി ലോകരെത്തിക്കൊണ്ടിരിക്കും, അവനെ അന്വേഷിച്ച് ലോകരെത്തിക്കൊണ്ടിരിക്കും. ശ്രീനാരായണ ഗുരുദേവനെ തേടി അനേകായിരങ്ങൾ ചെന്നത് അദ്ദേഹം അറിഞ്ഞ് ആചരിച്ച് വിശുദ്ധനായി ആരാധ്യ പുരുഷനായതുകൊണ്ടാണ്. വിവേകാനന്ദനെ തേടി ആളുകൾ ചെന്നുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ?